അപ്പോൾ ഗൈസ് നമ്മുടെ ബാവോ എന്ന് പറയുന്ന വെറൈറ്റി നമുക്ക് ആദ്യമായിട്ട് മുട്ട് വന്നതാണേ. അത് ഏകദേശം വിരിയുന്ന സ്റ്റേജാണ്. അപ്പം നമുക്കൊന്ന് വിരിയിച്ച് കൊടുക്കാം എങ്ങനെയുണ്ടെന്ന് ഗൈസ്. അപ്പം നമ്മുടെ താമരയിലെ നമ്മുടെ ആദ്യത്തെ സന്തോഷമാണ്. താമര നട്ടത് ഏകദേശം മെയ് മാസം 23-ാം തീയതിയാണ് നമ്മളത് പ്ലാന്റ് ചെയ്തത്. മെയ്, ജൂൺ, ജൂലൈ, ഇപ്പോൾ ഓഗസ്റ്റ് 5 ആയപ്പോഴത്തേക്ക് 3 മാസം കഴിഞ്ഞപ്പോൾ മെയ് 23-ആണ്. അപ്പോൾ മെയ് കൂട്ടണ്ട, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 2-3 മാസം ആയപ്പോഴത്തേക്ക് നമുക്കത് ബ്ലൂമിങ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിൽ ബാവോയിൽ വേറൊരു മുട്ടും കൂടെ വന്നിട്ടുണ്ട്. നമ്മളിത് ഫസ്റ്റ് പ്ലാന്റ് നമ്മൾ അമ്പലത്തിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ നമുക്കിപ്പോൾ പോകാനുള്ള ഓപ്ഷൻ ഇല്ല. കാര്യം ഇവിടുന്ന് വെള്ളം നീന്തി പോകാമെന്ന് പറയുന്ന ടാസ്ക്കാണ്. അപ്പോൾ അതിനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് നമ്മളിവനെ വിരിയിച്ച് കൊടുക്കുകയാണ് തൽക്കാലം. അടുത്ത പൂ നമുക്ക് അമ്പലത്തിലേക്കാക്കാം. ഈ പൂ നമ്മൾ ശ്രീവല്ലഭന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഗൈസ്. നല്ല രസമില്ല. അതിൻ്റെ ഒരു ഏകദേശം ഒരു ചന്ദന കളറാണ് അതിൻ്റെ അകത്തെ കളറ്. അതിൻ്റെ പെറ്റൽസിൻ്റെ സൈഡിൽ ഒരു പിങ്ക് ഷെയ്ഡും അതിനകത്ത് വന്നിട്ട് നല്ല ചന്ദന കളറും സാൻഡൽ കളറും പിങ്ക് ഷെയ്ഡുമാണ്. മതി ബാക്കിയുള്ള ഭാഗത്ത് ഒരുപാട് ചെറിയ ചെറിയ പെറ്റൽസ് ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ചെറിയ ചെറിയ പെറ്റൽസ് അതിനകത്തുണ്ട്. അത് നമ്മൾ നാച്ചുറലി വിരിയുമ്പം നമുക്ക് കുറച്ച് ദിവസമേ പൂ നിൽക്കത്തുള്ളൂ. ഇപ്പം നന്നായിട്ട് കുറേ ദിവസം നിൽക്കും. നല്ല മണമില്ലേ? വിരിച്ചപ്പോൾ ഗൈസ് നല്ല മണമുണ്ട്. അടിപൊളി മണമാണ് ഗൈസ് താമരയുടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാവോ വെറൈറ്റി. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.